ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിൽ എന്തൊക്കെ റിക്കവറിയാണ്, മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെ മാറാൻ പോകുന്നു, ഇതൊക്കെയാണ് റീഡിങ്ങിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവസരങ്ങൾ തേടുന്നുമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു അവസരം എനിക്ക് ലഭിച്ചെങ്കിൽ എൻ്റെ ഹൃദയത്തിലും മനസ്സിനും ഒരു സമാധാനം കിട്ടും. അതിനു വേണ്ടി നിങ്ങൾ അവസരങ്ങൾ തേടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. സമാധാനവും സമൃദ്ധിയുമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു അവസരം തേടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു അവസരം ലഭിക്കുന്നതാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, ഡിവൈൻ ടൈമിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവസരങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇവിടെ 9999 ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര പാഷനേറ്റീവാണ്. നിങ്ങളൊരു വാശിയുള്ള ഒരു സ്വഭാവം. അതായത് എനിക്ക് ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണം, അതിന് ഏതറ്റം വരെ പോകാൻ എനിക്കൊരു കുഴപ്പവുമില്ല, അതിനുവേണ്ടി എന്ത് വർക്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരണം. അങ്ങനെ ഒരു മനോഭാവം ഈ ഒരു 999 നമ്പർ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. തോട്ട്സ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞു. ഈ ഒരു സമയം ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഭാവം വരും. അതായത് സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളോട് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകും. മുന്നേ നിങ്ങൾ വസ്ത്രധാരണ രീതി, നിങ്ങൾ ഒരുങ്ങുന്ന രീതി എല്ലാം നിങ്ങൾ നോക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി 2-3 ദിവസത്തിനുള്ളിൽ അതിലൊരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ സെൽഫ് ലവിൽ വരും. അതായത് നിങ്ങൾക്ക് അതിലൊക്കെ ഒരു ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ തോന്നി നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം. ഇങ്ങനെയല്ല ഞാൻ നടക്കേണ്ടത്, ഇങ്ങനെയല്ല ഞാൻ വസ്ത്രം ധരിക്കേണ്ടത്, എനിക്ക് എൻ്റേതായ ഒരു ഇതുണ്ട്, അത് ഞാൻ നേരെ ആക്കി എടുത്തേ പറ്റത്തുള്ളൂ. സെൽഫ് ലവ് നിങ്ങൾ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കണം, അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ജീവിക്കേണ്ട എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും. ഇനി നിങ്ങളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യും. ആ ഒരു ടാർഗറ്റിലേക്ക് നിങ്ങൾ പോകും. അങ്ങനെ നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരും. അതിനൊരു തീവ്രമായിട്ടുള്ള മനോഭാവം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ മാറും. കാരണം എൻ്റെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടത് ഞാനാണ്, അല്ല വേറെ ആരുമല്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും. ഞാൻ ഇത്രയും പറഞ്ഞ എന്തെങ്കിലും ഒരു ഭാവം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇവിടെ എന്തായാലും നിങ്ങളുടെ സംഘർഷങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് പതുക്കെ പതുക്കെ മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പ്രശ്നങ്ങളും പെട്ടെന്ന് സ്വിച്ചിട്ടതുപോലെ മാറത്തില്ല, കുറച്ച് സമയമെടുക്കും. പതുക്കെ പതുക്കെ അത് മാറും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും. അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അത് ഉറപ്പാണ് എന്നാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് 369 നമ്പർ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു പരിവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇവിടെ നിങ്ങളിപ്പോൾ തനിച്ചാണ്, എല്ലാ സിറ്റുവേഷനും ഒറ്റയ്ക്കാണ് നേരിടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ എന്ന്. പക്ഷേ അപ്പോൾ 369 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോ ഒരു ഊർജ്ജം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന്. അപ്പോൾ 36 നമ്പർ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഒരു ദൈവിക ഊർജ്ജം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. ഇവിടെ കാര്യങ്ങൾ നല്ലതിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യം ഒന്ന് നിങ്ങൾ കൺട്രോളിൽ വയ്ക്കേണ്ടതാണ്. കാരണം കാര്യങ്ങൾ നമ്മുടെ ഫേവർ ആകുമ്പോൾ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ട് എങ്കിൽ അതൊന്ന് കൺട്രോളിൽ വയ്ക്കാനാണ് ഈശ്വരൻ പറയുന്നത്. പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല സെലിബ്രേഷൻ വരുമ്പോൾ, അതായത് ഇപ്പോൾ ദീപാവലി വരാൻ പോകുന്ന കുടുംബത്തിലെല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു സെലിബ്രേഷൻ മൂഡായിരിക്കും. അപ്പോൾ ആ സമയം നിങ്ങളുടെ വീട്ടിൽ വഴക്കോ അങ്ങനെ പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. കാരണം ഒരു നല്ല സമയം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാതെ വഴക്കുണ്ടാക്കി പിണങ്ങി മാറി നിന്ന് അങ്ങനെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദേഷ്യം നമ്മുടെ കൂടുതലാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറയേണ്ട കാരണം ഇതാണ്.
ഇത് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഫേവറായിട്ട് ന്യായം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ ഒരു ലീഗൽ ഇഷ്യൂവിൽ. ഇവിടെ വൈറ്റ് ഫ്ലവർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. വൈറ്റ് ഫ്ലവറിനോട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. വൈറ്റ് ഫ്ലവറിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് സമൃദ്ധി നിങ്ങളുടെ വീട്ടിൽ വരുന്നു എന്നതാണ്. അതായത് ഒരു വ്യക്തിക്ക് ഫീലാകും, അതായത് രാത്രി കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് നല്ല പ്രകാശമുള്ള രാവിലെയാണ്. അപ്പോൾ അങ്ങനൊരു ഫീൽ നിങ്ങൾക്കും തോന്നും, എൻ്റെ ജീവിതത്തിലെ അന്ധകാരം മാറി, ഇനി പ്രകാശം വരാൻ പോകുകയാണ് എന്ന്. ഇവിടെ നിങ്ങളുടെ ഓരോ കാൽവയ്പും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഡെസ്റ്റിനിയുടെ നേർക്കാണ്. നിങ്ങളുടെ ഭാഗ്യം എങ്ങോട്ടാണോ നിങ്ങളെ കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ചേഞ്ചസ് കൊണ്ടുവരും. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധാലുവായിട്ടിരിക്കുക. ആരോടെങ്കിലും സംസാരിക്കുമ്പോഴായാലും അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും മുഖേന എന്തെങ്കിലും ഒരു അവസരം വന്നാലോ, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുകയാണ് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്താൽ കൊള്ളാം, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അവസരം വിനിയോഗിക്കാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കൂ. ഭഗവാൻ നിങ്ങളെ സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു സപ്പോർട്ടായി നിൽക്കുന്ന ആ ഒരു നല്ല സമയം നമ്മളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കാനായിരിക്കും, ദുഃഖിപ്പിക്കാനായിരിക്കത്തില്ല. എന്തോ രീതിയിലുള്ള ഒരു കെയറിങ് കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുകയാണ്. ആ ഒരു കെയറിങ് കണക്ഷൻ ചിലപ്പോൾ മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഇല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സ്നേഹം വളരെ കുറവാണ്, പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ തമ്മിൽ ഒരു കെയറിങ് കണക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ അൺമാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സ്നേഹിക്കുന്ന ആളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുക, അങ്ങനെ ഒരു കെയറിങ് കണക്ഷൻ ഉണ്ടാവുക. എന്തോ ഒരു കെയറിങ് കണക്ഷൻ, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ ലവേഴ്സോ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ. ഇനി നിങ്ങളുടെ ആ ഒരു മാരേജ് എന്ന് പറയുന്നത് അത് ലീഗൽ ഇഷ്യൂ ആയി മാറി. അതായത് രണ്ടുപേരും പരസ്പരം പിരിയണമെന്ന് വിചാരിച്ച് കോടതിയിൽ കേസ് നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പിരിയണമെന്ന് താല്പര്യമല്ല, പക്ഷേ നിങ്ങളുടെ പേഴ്സണ് പിരിയണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു കെയറിങ് കണക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു ചേഞ്ചസ് ഉണ്ടായി, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കെയറിങ് കണക്ഷൻ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവരും ആഗ്രഹിച്ച് ഈ ഒരു കേസ് മാറി നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു പ്രതീക്ഷയുമില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രതീക്ഷയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നതായിട്ട്, കാര്യങ്ങളെല്ലാം നേരെയാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ ദേഷ്യത്തിൽ ഒരു സ്റ്റെപ്പും നിങ്ങൾ എടുക്കാൻ പാടില്ല. അതായത് അവർ ഭയങ്കര ദേഷ്യത്തിൽ പറയണം എനിക്ക് ഡിവോഴ്സ് വേണം, നിന്നെ വേണ്ട എന്നൊക്കെ പറയണമെങ്കിൽ ആ സമയം നിങ്ങൾ ദേഷ്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിൽ അവരോട് ജീവിക്കണം എന്ന് ഉണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റെപ്പും എടുക്കാൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്താൽ പല കാര്യങ്ങളും മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജിൻ്റെ ആ ഒരു പ്രശ്നമായാലും ആരോടെങ്കിലും വഴക്കിടുമ്പോൾ ആയാലും ഇല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടാണെങ്കിലും എന്തായാലും നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യുക, ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പരീക്ഷയുടെ സമയമായിരിക്കും. അതായത് ഈ ഒരു സമയം നിങ്ങൾ ദേഷ്യപ്പെടാതെ കൺട്രോളിലിരുന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ഒരു റീഡിങ്ങിൽ ഇപ്പോൾ ഈ ഒരു ഗൈഡൻസ് വന്നേക്കുന്നത്. അത് നിങ്ങൾ കേൾക്കുക. ഇവിടെ പ്രകൃതി വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഹൃദയത്തിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മുന്നേ നിങ്ങൾ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഒത്തിരി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൈവമായിട്ട് ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോകും, അല്ലാതെ മോശമാവത്തില്ല. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും നിങ്ങൾ വിചാരിക്കും പോലെ അത്രയ്ക്ക് വലിയ പ്രോബ്ലം ഒന്നും നിങ്ങൾക്കില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇനി ഉണ്ടാകുന്ന പ്രോബ്ലം പോലും അത് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, മോശമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാനാണ്. കാരണം പല വലിയ പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്ക് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം. ഇവിടെ നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവം ആരാണോ അവരിൽ കൂടുതൽ വിശ്വസിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ്.
ഇവിടെ നിങ്ങൾ സോൾമേറ്റ് ജേണിയിലാണ് എങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്കിപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ നിങ്ങൾക്ക് മഹത്വം കൊടുക്കുന്നു അത്രത്തോളം ഈ ഒരു ലോകം നിങ്ങൾക്ക് മഹത്വം തരും. ഇവിടെ ഓരോരുത്തർ കമൻറ്റ് സെക്ഷനിൽ പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയി, എൻ്റെ ഭർത്താവിനുമായിട്ട് എനിക്ക് ജീവിതം വേണം, ഇല്ല എങ്കിൽ എൻ്റെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി അകന്നു പോയാൽ മതി എന്നൊക്കെ ഒത്തിരി കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങളുടെ കൂടെ കണക്റ്റ് ആയിരിക്കുന്ന അവർക്കും നിങ്ങളോടൊരു സ്നേഹം തോന്നുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് ഒന്ന് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യും. നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കൂ. ഇവിടെ ഞാൻ പറയുന്നത് പോലെ കുറച്ചെങ്കിലും നിങ്ങൾ കേൾക്കുമെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതായിട്ട് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആരുടെ ലൈഫിലും ഒരു അറ്റാച്ച്മെൻറ്റും നിങ്ങൾ വയ്ക്കുന്നില്ല. അതായത് അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, ഇവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ കുറേ ആൾക്കാരുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കണതെന്ന് അറിയണം. ഇവിടെ ഈ വ്യക്തികൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലതാണോ മോശമാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന്. നല്ലതാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും അത് തകർക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യുക. രണ്ടാമത് നെഗറ്റീവ് ചിന്ത, അതായത് മോശമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചിന്ത നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കുറയ്ക്കുക. അത് കുറയ്ക്കുകയല്ല, ഇല്ലാതാക്കുക. നിങ്ങൾ അങ്ങനെയുള്ള ചിന്ത വേണ്ട. നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ചെറുതായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അത് കാണുമ്പോഴേ പേടിയാവാൻ തുടങ്ങും. അതായത് ഭയങ്കരമായിട്ട് പേടി, ദൈവമേ ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോയി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക, അതായിരിക്കുമോ ഇതായിരിക്കുമോ മോശമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു, പേടിക്കുന്നു നിങ്ങൾ. അപ്പോൾ ആ ഒരു പേടി നിങ്ങൾ കുറയ്ക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുമെന്ന്, വേറൊരു വ്യക്തി നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ലൈഫിൽ മോശം സംഭവിക്കുന്നു. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതലും ചിന്തിക്ക് പോകുന്നത് ആ ഒരു മോശം വ്യക്തി പറഞ്ഞ കാര്യമായിരിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ മോശം സംഭവിക്കാൻ പോകുന്നു. അതിലിങ്ങനെ ആലോചിച്ച് അതിനെ നിങ്ങൾ വിളിച്ചു വരുത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. മോശം സംഭവിക്കില്ലായിരിക്കും, പക്ഷെ അതിനെ നിങ്ങൾ വിളിച്ചു വരുത്തും ആലോചിച്ച്. അപ്പോൾ അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം പറയുന്നത്. ഇവിടെ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഇത്, പക്ഷേ നിങ്ങളുടെ ആത്മാവ് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ. അപ്പോൾ അത് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇനി തൊട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്ത വേണ്ട. അതിൽ മനസ്സിൽ വരുമ്പോൾ തന്നെ ഡിലീറ്റ് എന്ന് പറയുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിനെയും മനസ്സിനെയും ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിക്കുക. മോശം കാര്യങ്ങളിൽ നിന്ന് മാറ്റി ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ആ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയവും മനസ്സും ശാന്തമാകണം. ഇപ്പോൾ നിങ്ങൾ ഒന്നും ആലോചിച്ച് പേടിക്കുകയോ ടെൻഷൻ അടിക്കുകയോ വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് ഉറച്ച് നിങ്ങളുടെ ദൈവം ആരാണോ, കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, അല്ലെങ്കിൽ ശിവഭഗവാൻ ശിവഭഗവാൻ, ആരാണോ നിങ്ങളുടെ ദൈവം, അവരെ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഉറപ്പായിട്ടും നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെ റീഡിങ്ങിൽ ഇങ്ങനെയുള്ളവർ ലോകത്തുണ്ട്. അവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലായിരിക്കും, നിങ്ങൾക്ക് മോശം വരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഒരു ലക്ഷ്യം അത് നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോവുക. വഴിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണും, പക്ഷെ അതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇവിടെ ഇങ്ങനെ ഉള്ളവരാരൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവരോട് നിങ്ങൾ കൂടുതൽ സംസാരിക്കാനോ അവരുമായിട്ടൊരു ബന്ധം വയ്ക്കാനോ പോകണ്ട. അവരെ ഇഗ്നോർ ചെയ്യുക. ഇനി അവർ അത്രയ്ക്ക് ബന്ധമുള്ള ആളാണ്, അവരോട് സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അവരോട് ആ ഒരു സംസാരം നെഗറ്റീവ് ആകുമ്പോഴേ ഇഗ്നോർ ചെയ്യുക നിങ്ങൾ. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന്. പിന്നെ അവർ അങ്ങനെ ആ രീതിയിൽ നെഗറ്റീവ് സംസാരിച്ച് നിങ്ങളെ വേദനിപ്പിക്കത്തില്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തി മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരുടെ, അതായത് നിങ്ങളുടെ സ്വന്തക്കാരെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് അവരോട് നിങ്ങൾ വഴക്കിടാൻ വേണ്ടി പറയാൻ സാധ്യതയുണ്ട് ഈ വരാൻ പോകുന്ന സമയം. പക്ഷേ അവരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. ഈ ഒരു വ്യക്തി കള്ളമാണ് പറയുന്നത്. അതായത് ഇവരുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും നിങ്ങൾ നല്ല ബന്ധം വയ്ക്കുന്ന അവരുമായിട്ട് വഴക്കുണ്ടാവണം. അതിനു വേണ്ടി അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് നിങ്ങളോട് വന്ന് പറയും. നിങ്ങളത് വിശ്വസിച്ച് അവരോട് വഴക്കിടും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഇവിടെ ഗൈഡൻസ് വന്നിരിക്കുന്നത്. ആർക്കേഞ്ചൽ മൈക്കിൾ ആയിട്ടുള്ള ഏഞ്ചൽ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളെ രക്ഷിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാരുടെ കണ്ണുകൾ നിങ്ങളുടെ ജീവിതത്തിന്മേലാണ്. അതായത് നിങ്ങൾ പുറത്തോട്ട് പോയിട്ട് വരികയാണെങ്കിൽ തലയിൽ ഭയങ്കരമായിട്ട് ഭാരം. വീട്ടിലിരുന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പുറത്തോട്ട് എവിടെയെങ്കിലും പോയിട്ട് വരികയാണെങ്കിൽ തലയിൽ ഭാരവും ക്ഷീണവും അസ്വസ്ഥതയും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണ് പെട്ടെന്ന് പെടും. അതാണ് മെയിൻ പ്രശ്നം. അതായത് പുറത്ത് പോയിട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരാൻ കാരണം ഇതാണ്. അതായത് ആരെങ്കിലും നിങ്ങൾ പുറത്ത് പോകുമ്പോൾ കാണുമ്പോൾ പറയുക, "ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. നല്ല രീതിയിൽ ഉള്ള വസ്ത്രമാണല്ലോ ധരിച്ചിരിക്കുന്നത്" എന്നൊക്കെ പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് നിങ്ങൾ കിടപ്പിലാവും. വല്ല ക്ഷീണവും, തലവേദന, ഇല്ല എങ്കിൽ തലകറക്കം, ഇല്ലെങ്കിൽ ജലദോഷം, ചുമ, അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടപ്പിലാവും. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണ് നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക എന്നും. അതായത് നിങ്ങൾ ഇതേപോലെ പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മോശം ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു മോശം ദൃഷ്ടിയും നെഗറ്റിവിറ്റിയും നിങ്ങളിൽ നിന്ന് പോകും. ഇനി വേറൊന്ന്, ആരെന്ത് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും അതിനെ തലയിൽ ഇങ്ങനെ കൊണ്ട് ചിന്തിച്ച് അത് പിന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ച് അതൊന്നും പാടില്ല. ആര് പറഞ്ഞാലും അപ്പോൾ തന്നെ അത് ആ ചെവി കൂടെ കേട്ട് ഇപ്പുറത്തെ ചെവിയുടെ കളയുക. അതിനെ എടുത്ത് വെച്ച് ഇനി ചിന്തിക്കാനോ ഒന്നും പോകരുത് നിങ്ങൾ. ഇല്ലെങ്കിൽ കല്ലുപ്പോ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ്. ഇനി വീട്ടിലാണ് നെഗറ്റിവിറ്റി എങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിങ്ങൾ നമ്മുടെ ചീനക്കാരം അത് വയ്ക്കുന്നത് നല്ലതാണ്. ഒരു ഗ്ലാസ് പാത്രത്തിൽ ബോളുണ്ടല്ലോ, ഗ്ലാസ്സിലെ ബോളിലോ ഗ്ലാസ്സിലെ കപ്പിലോ നിങ്ങളത് ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. തെക്ക് പടിഞ്ഞാറ് മൂല മറക്കരുത്. ഇത് 2 അല്ലെങ്കിൽ ഒരാഴ്ച വച്ചിട്ട് ഫ്ലഷ് ചെയ്ത് കളയുക ഈ ഒരു ചീനക്കാരം. ഇനി നിങ്ങളുടെ തലയിൽ ഭയങ്കര ഭാരം ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2 കൈയിലും കുറച്ച് ഉപ്പെടുത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുക, ഒന്നും മിണ്ടാതെ ഇരിക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ആ ഒരു ഉപ്പ് ഫ്ലഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇതും നല്ലൊരു ഉപായമാണ്. അതായത് എപ്പോഴാണോ നിങ്ങൾക്ക് കൺദൃഷ്ടി ഏറ്റു എന്ന് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. കുറച്ച് ഉപ്പ് 2 കൈയിലും എടുത്ത് പിടിച്ച് 5 മിനിറ്റ് മിണ്ടാതിരിക്കുക, എന്നിട്ട് എടുത്ത് കളയുക, ഫ്ലഷ് ചെയ്ത് കളയുക. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നതാണ്. കാരണം ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളെ നെഗറ്റിവിറ്റിയിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ ഈ ചെറിയ ചെറിയ ഉപായങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് എന്ത് നെഗറ്റിവിറ്റി ആയാലും അതിൻ്റെ പ്രഭാവം നിങ്ങളുടെ മേൽ വരത്തില്ല. കാരണം നിങ്ങൾക്ക് ഫീലാകുന്നു, എന്തെങ്കിലും നെഗറ്റിവിറ്റി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫീലാകുന്നു നിങ്ങൾക്ക്. ഇന്നതുപോലെ എൻ്റെ ദേഹത്ത് നെഗറ്റിവിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ അപ്പോൾ അതിന് പ്രതിവിധി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി പഴയതുപോലെ പ്രഭാവം ചെലുത്തത്തില്ല നിങ്ങളിൽ. ഇവിടെ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വരാൻ പോകുന്ന സമയം. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ദേഷ്യത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലാതാക്കുക, കുറയ്ക്കാനല്ല ഇല്ലാതാക്കുക. ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കും. ആ ഒരു ആക്ഷൻ നല്ലതായിരിക്കും. നിങ്ങളിപ്പോൾ എടുക്കുന്ന ആക്ഷൻ അതാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ സേഫാണ്, സെക്യൂർ ആണ്. അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ നിങ്ങളിപ്പോൾ എടുക്കുന്ന ആക്ഷൻ അത് എത്രമാത്രം എഫക്റ്റീവ് ആവണം നിങ്ങൾക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ എടുക്കാനാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ ഒരു മേജർ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. ചില കാര്യങ്ങൾ ഇൻഡയറക്റ്റ് വേയിൽ കൂടെയാണ് നിങ്ങളുടെ ലൈഫിൽ പോകുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ചില കാര്യങ്ങൾ ഇനിയും അൺഫോൾഡ് ആവാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളിപ്പോൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥിതി, അതിലൊരു ചേഞ്ചസ് ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ പോസിറ്റിവിറ്റിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ നല്ല കാര്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്, മോശം കാര്യങ്ങളിലേക്കല്ല. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുക, കൂടാതെ നിങ്ങളിൽ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളിൽ പരിവർത്തനം ഉണ്ടാകുമ്പോൾ ആദ്യം നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി മാറും. നിങ്ങൾ ആഹാരം കഴിക്കുന്നത് അത് നല്ലത് ചീത്ത ഏത്, അതായത് വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ കുറയ്ക്കും. നിങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങളുടെ ആ ഒരു വസ്ത്രധാരണ രീതി, നിങ്ങളുടെ ആ ഒരു ഒരുങ്ങുന്ന രീതിയിലൊക്കെ ഒരു ചേഞ്ചസ് വരും. അപ്പോൾ വീട്ടുകാർ പോലും അതിശയിക്കും, ഇതെങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഒരു പരിവർത്തനം പോസിറ്റീവ് വേയിൽ വന്നു എന്ന്. കാരണം നിങ്ങൾ കൂടുതലായിട്ടും യോഗ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ നടക്കാൻ പോവും, നിങ്ങളുടെ ഫാറ്റ് കുറയ്ക്കാം. അങ്ങനെ അതായത് കൂടുതലായിട്ടും നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർത്തിയിട്ട് നല്ലത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വീട്ടുകാർക്കും അതിശയം തോന്നും നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട്.
അപ്പോൾ സ്വയം ഇങ്ങനൊരു പരിവർത്തനം വരാൻ പോകുന്ന സമയം ഉണ്ടാകും നിങ്ങൾക്ക്. ഒരു വൈറസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലോ അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ഒരു ആരോഗ്യത്തിൽ നല്ലൊരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണോ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ എടുക്കുന്ന ആക്ഷനിലൂടെ നിങ്ങൾക്ക് ഒത്തിരി പേരും പ്രശസ്തിയും ഉണ്ടാകും. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ ഈ ഒരു ആക്ഷനിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ വിക്ടറി എഴുതപ്പെട്ടിരിക്കുകയാണ്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇനി നിങ്ങൾക്ക് പഴയതുപോലെ എൻഡിങ് കാണേണ്ടി വരത്തില്ല. എൻഡിങ് കണ്ട് വിഷമിക്കേണ്ടി വരത്തില്ല. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ സംഭവിച്ചല്ലോ, ഞാനിനി എങ്ങനെ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യും, എല്ലാം അവസാനിച്ചല്ലോ, അങ്ങനെ കണ്ട് വിഷമിക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ടെങ്കിലും അത് അങ്ങ് അറ്റം വരെ നിങ്ങൾക്കൊരു ഗ്രോത്ത് ലഭിക്കുന്ന രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇനി നിങ്ങൾ മുന്നോട്ട് പോകൂ, ഉറപ്പായിട്ടും വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ കൂടെ ഈശോൻ്റെ ശക്തിയുണ്ട്, ഈശോൻ്റെ സംരക്ഷണമുണ്ട്. പ്ലാനിങ് ചെയ്യുന്നവർ പ്ലാനിങ് ചെയ്യട്ടെ നിങ്ങളെ തകർക്കാൻ വേണ്ടി. അവർ ഈ ജന്മത്തിലും പ്ലാൻ ചെയ്യും, അടുത്ത ജന്മത്തിലും പ്ലാൻ ചെയ്യും. അവർ മനസ്സിലാകുന്നില്ല അവരുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങളുടെ പിറകെ നടന്ന് അവരില്ലാതാക്കുന്നത് എന്ന്. പക്ഷേ നിങ്ങളുടെ കൂടെ ഈശോൻ്റെ ശക്തിയുണ്ട്, അതുകൊണ്ട് അവരുടെ ഒരു പ്ലാനിങ്ങും ഇനി നടക്കത്തില്ല. കാരണം നിങ്ങളുടെ വിജയം നേരത്തെ എഴുതപ്പെട്ടതാണ്. അവർക്ക് ഇനി നിങ്ങൾ വിജയിക്കുന്നത് നോക്കി കാണുവാനേ സാധിക്കത്തുള്ളൂ, അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.